വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേണി എങ്ങനെയായിരുന്നെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ഈ വെയിറ്റ് ഗെയിൻ ജേണി പെട്ടെന്നുണ്ടായതല്ല കേട്ടോ. ഞാൻ ഒരു 3-4 മാസത്തോളം കഷ്ടപ്പെട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഇങ്ങനെ ആയത്. അപ്പം ഞാനൊരു 20-25 കിലോളം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് തടിച്ചത്, ഞങ്ങൾക്കും കൂടി പറഞ്ഞു തരുമോ? പറഞ്ഞു കൊടുക്കണം. കാരണം തടിയില്ലാത്ത ആൾക്കാരുടെ വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനത് കുറേ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പേരുടെ കളിയാക്കലുകളും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കുറച്ച് പേർക്കാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 39 കിലോ ആയിരുന്നു. ആ സമയത്താണ് എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തത്. അപ്പം ഞാൻ അവിടുന്ന് റിസൈൻ വെച്ചിട്ട് ഇറങ്ങി. പിന്നെ മാരേജിനൊരു 3-4 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തടിക്കണം, കാരണം സാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ആരും കുറ്റം പറയരുതല്ലോ. അങ്ങനെ വിചാരിച്ചു ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് അവിടുത്തെ ഫുഡ് വളരെ മോശമായിരുന്നു. ചില ദിവസങ്ങളിൽ വായി വെക്കാൻ കൊള്ളാവുന്ന ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം കൂടി കുറവായിരുന്നു, ഫുഡ് കഴിക്കൽ കുറവായിരുന്നു, എല്ലാം കുറച്ചു. അപ്പോൾ എനിക്ക് താനേ എൻ്റെ വിശപ്പും കുറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നിട്ടും എനിക്ക് കഴിക്കാനൊന്നും ഒരു വിശപ്പില്ലായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എങ്ങനെയെങ്കിലും തടിക്കണം, കല്യാണത്തിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും തടിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാൻ. ഭയങ്കര മടിയായിരുന്നു, കാരണം വിശപ്പൊന്നും ഇല്ലാണ്ടായി. ആദ്യമേ തന്നെ ഞാൻ പറയാം, നന്നായിട്ട് വെള്ളം കുടിച്ച് തുടങ്ങണം. ഈ വെള്ളം കുടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വിശപ്പൊക്കെ തുടങ്ങും. അപ്പം ഞാൻ ആദ്യം ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി അങ്ങനെയായിരുന്നു. പിന്നെ വിശപ്പ് തുടങ്ങിയപ്പോൾ 2 മണിക്കൂർ ഇടവിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അതായത് രാവിലെ 8 മണിക്ക് കഴിച്ചാൽ പിന്നെ 10 മണിക്ക് കഴിക്കും, 12, 2 അങ്ങനെയായി. അപ്പോൾ അങ്ങനെ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു മാറ്റം വന്നു തുടങ്ങി. കാരണം കവിളൊക്കെ വന്നു, അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. ഞാൻ തടി വെച്ചത് ഹെൽത്തി ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ഞാൻ മൊത്തം കഴിച്ചത് ചോറാണ്. ചോറ് കഴിച്ചിട്ടാണ് ഞാൻ വണ്ണം വെച്ചതെന്ന് തന്നെ ഞാൻ പറയാം. ഇതിനു മുമ്പ് ഞാൻ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും വെക്കാത്ത വണ്ണം ഇപ്പോൾ വെച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചോറ് കഴിക്കുന്ന അളവ് കുറച്ച് കൂട്ടി, സമയവും കൂട്ടി. ഇപ്പോൾ 12 മണിക്ക് പഴങ്കഞ്ഞി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പഴങ്കഞ്ഞി കുടിച്ചാൽ ഞാൻ 2 മണിക്ക് വീണ്ടും ചോറ് കഴിക്കും, 4 മണിക്ക് വീണ്ടും ചോറ് കഴിക്കും, പിന്നെ 6 മണിക്ക് വേറെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കും, പിന്നെ വീണ്ടും 8 മണിക്കും ചോറ് കഴിക്കും. ഈ ചോറ് കഴിക്കലാണ് എനിക്ക് മെയിനായിട്ട് എന്നെ തടി വെക്കാൻ സഹായിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചേച്ചിയുടെ മോളുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൾക്ക് 2 വയസ്സാണ്. അപ്പോൾ അംഗനവാടിയിൽ നിന്ന് അമൃതം പൊടി കിട്ടും. അപ്പോൾ ഈ അമൃതം പൊടി ഞാൻ ആ സമയത്ത് കുറുക്കി കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് സത്യം പറഞ്ഞ എന്നെ വെയിറ്റ് വെക്കാൻ സഹായിച്ചത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ തടി വെച്ചത് ഞാൻ പറഞ്ഞില്ലേ ചോറ് കഴിച്ചിട്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ചോറ് കഴിക്കലും അമൃതം പൊടിയോ അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ കഴിച്ചത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ കറുത്ത മുന്തിരി ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കും, പിറ്റേ ദിവസം അത് പിഴിഞ്ഞു കുടിക്കും. പിന്നെ നമ്മുടെ ചെറുപയർ പുഴുങ്ങി കഴിക്കും, ചേമ്പ് പുഴുങ്ങി കഴിക്കും, നമ്മുടെ കപ്പ, മരച്ചീനി അതും കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങും, രാവിലെയും രാത്രിയൊക്കെ ഉറങ്ങുമായിരുന്നു. ഈ ഉച്ചയ്ക്ക് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് കിടന്ന വണ്ണം വെക്കുന്നു. അപ്പോൾ അത് മെയിനായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ പോയി കിടന്ന് ഉറങ്ങും. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കും. ആദ്യമൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് 1-2 ദോശ, 1-2 ഇഡ്ഡലി, 2-3 അങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഈ തടി വെക്കാനുള്ള ആഗ്രഹം തുടങ്ങിയപ്പോൾ ഞാൻ ഈ ദോശ ഒരു 3-4 കഴിക്കാൻ തുടങ്ങി, ഇഡ്ഡലി ഒരു 4-5 കഴിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ 12 മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നതെങ്കിൽ ആ 12 മണി സമയത്ത് ഞാൻ പഴങ്കഞ്ഞി കുടിക്കും. പിന്നെ 2 മണിക്ക് വീണ്ടും ചൂട് ചോറ് കഴിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ചേമ്പ് പുഴുങ്ങിയതോ അല്ലെങ്കിൽ പയർ പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ 6 മണിക്ക് ചോറ് കഴിക്കും. പിന്നെ രാത്രി 8 മണിക്ക് ചോറ് കഴിക്കും. പിന്നെ 10 മണിക്ക് ഞാൻ നന്നായിട്ട് അമൃതം പൊടി ഒരു വലിയ ബൗള് തന്നെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവംബറിലായിരുന്നു എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഞാൻ തടി വെച്ച് തുടങ്ങി, കവിളൊക്കെ നന്നായിട്ട് ചാടി തടി വെച്ച് തുടങ്ങിയെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ നമുക്കൊരു പ്രോഗ്രസ് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നി. അപ്പോൾ ആ സമയത്തുള്ള ഫോട്ടോ ഞാനിപ്പോൾ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ സമയത്ത് ഞാൻ ആയത്. കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, കാരണം എൻ്റെ മാറ്റം കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രസ് പെട്ടെന്ന് കിട്ടിയപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇനിയും ഫുഡ് കഴിച്ചാൽ ഇനിയും തടിക്കുമെന്ന്.
അങ്ങനെ ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വരാൻ തുടങ്ങി. 2 മണിക്കൂർ കൂടുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാനും എല്ലാവരും പോലെ തന്നെ ഡോക്ടറിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ കുഴപ്പം അങ്ങനെയൊക്കെ ഞാനും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് വിശപ്പിനുള്ളൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വർക്കായിട്ടില്ല. കാരണം കുറച്ച് ദിവസം കുടിച്ചു, ഭയങ്കര ഉറക്കം. അല്ലാണ്ട് ഫുഡ് കഴിക്കൽ നടന്നിട്ടില്ല, ഉറക്കം മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാനങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് തീരുമാനം എടുത്തു ഫുഡ് കഴിക്കണം. അങ്ങനെ ഞാൻ തീരുമാനം എടുത്തു. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ തടി വെച്ചത് ഒരു ഹെൽത്തി ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. കാരണം വെറും ചോറ് മാത്രം കഴിച്ചിട്ടാണ്. ഇപ്പോൾ ആ സമയത്ത് എനിക്ക് ചോറ് കഴിച്ചു തുടങ്ങി. അപ്പോഴൊന്നും എനിക്ക് അതിൻ്റെ ഇത് ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ ആയപ്പോഴാണ് എൻ്റെ വയറൊക്കെ ചാടാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായി. ഞാൻ തടി വെച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായി. കാരണം നടക്കാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടായി. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഹെൽത്തി ആയിട്ടല്ല വണ്ണം വെച്ചത്. അപ്പോൾ ചിലരൊക്കെ വണ്ണം വെക്കാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. വെറുതെ വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെയാണ് ഞാൻ വണ്ണം വെച്ചത്. മെയിനായിട്ട് ഞാൻ പറയാം, അമൃതം പൊടി തടി വെക്കാൻ ബെസ്റ്റാണ്. അത് ഞാൻ രാവിലെയും വൈകിട്ടും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു വലിയ ബൗളോളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എപ്പോഴെപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. 2 മണിക്കൂർ കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മണിക്കൂറോ എപ്പോഴെപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഫുഡിൻ്റെ അളവ് കൂട്ടുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക, അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ, അങ്ങനെ വർക്കൗട്ട് ചെയ്ത് തടി വെക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ചോറ് തന്നെ കഴിക്കണമെന്ന് ഞാൻ പറയത്തില്ല, എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. എന്നെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത് ചോറും അമൃതം പൊടിയുമാണ്. അത് ഞാൻ 100% ഉറപ്പ് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, ഇതൊക്കെ ചെയ്യുക. ഫുഡ് കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലൊരു മാറ്റം വന്നു തുടങ്ങും. ഞാൻ ഇപ്പോഴേ പറയാം, ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നില്ല. ഞാനും മുമ്പ് പല വീഡിയോസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇത് അവർ ചുമ്മാ പറയുന്നതായിരിക്കും, പെട്ടെന്ന് അങ്ങനെയല്ല. ഇത് നമ്മൾ കുറച്ച് നാൾ കഷ്ടപ്പെടണം. മനസ്സിലൊരു ഇത് വേണം, നമുക്കിത് വേണം എന്നുള്ളൊരു ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അപ്പോഴേ നമുക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റത്തുള്ളൂ. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ല, കുറേ മാസങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി തടി വെച്ചു. അപ്പോൾ ഈ തടി വെക്കുമ്പോഴും നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഈ തടി വെക്കാതിരിക്കുമ്പോൾ ആൾക്കാരെ കളിയാക്കൽ കേട്ടിട്ടായിരിക്കും നമ്മൾ തടി വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ തടി വെച്ച് കഴിയുമ്പോഴാണ് തടിയുള്ളവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ എനിക്കാണെങ്കിലും കുറച്ച് നടക്കുമ്പോൾ കിതയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിയർക്കാതിരുന്ന ഞാൻ നന്നായിട്ട് വിയർക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് തടി വെച്ചതിന് ശേഷം ഉണ്ടായി. ഇപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഫുഡ് കഴിക്കുന്നതൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ തടി വെച്ചാലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അത് നമ്മൾ എന്തായാലും മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും